കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പാമ്പ് കടിയേറ്റ് എത്തിയതിനെ തുടർന്ന് മരിച്ച സലീന എന്ന യുവതിയുടെ ചികിത്സയിൽ അനാസ്ഥ കാട്ടിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആശുപത്രി കവാടത്തിൽ INTUC പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പാമ്പ് കടിയേറ്റെത്തി മരണമടഞ്ഞ സെലീന എന്ന യുവതിക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ ചികിത്സാ അനാസ്ഥ ഉണ്ടായെന്ന ആരോപണത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്ന് INTUC കായംകുളം റീജിയണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി കവാടത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് പാമ്പ് കടിയേറ്റോ എന്ന് പരിശോധിക്കുവാൻ പോലും അത് സ്ഥിരീകരിക്കുവാൻ പോലും കഴിയാത്ത ഒരു നാടകെട്ട സംവിധാനമായി കായംകുളം ഗവൺമെൻറ് ആശുപത്രി മാറിയിരിക്കുകയാണ്. അവർ വന്ന് പാമ്പ് കടിയേറ്റത് അവർക്ക് ഒരു സംശയത്തിൻ്റെ പുറത്ത് അവർ വന്നപ്പോൾ അവരെ പാമ്പ് കടിയേറ്റതാണോ, അവരുടെ ദേഹത്ത് വിഷം കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചറിയാനാണ് ഈ ആശുപത്രി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അവർക്ക് യഥാസമയം പാമ്പ് കടിയേറ്റവർക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിന് പോലും ഇവിടുത്തെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഗുരുതരമായ വീഴ്ച വന്നിരിക്കുന്നു. ഇവിടെ പാവപ്പെട്ട ഒരു സ്ത്രീ അവരെ വിവാഹ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ പാമ്പ് കടിച്ച് വന്നപ്പോൾ അവരെ പാമ്പ് കടിച്ചതാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത തരത്തിൽ ഈ ആശുപത്രിയെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം വളരെ ഗുരുതരമാണ്. അതൊരു പാവപ്പെട്ട സ്ത്രീയാണ് മരിച്ചത്. ആ ആരോപണം സംബന്ധിച്ച് വളരെ ഗൗരവവും ഒരു സഹകരണ സംഘത്തിൽ ഇവിടെ നടത്തുന്ന ഒരു സഹകരണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥ അവരുടെ മണിക്കൂറുകൾ ഇവിടെ വന്നു. അതിനുശേഷം അവർ ശുചിമുറിയിൽ പോയി കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോഴാണ് അവരെ പുറത്തു വരുന്നത് കാണാതെ വന്നപ്പോഴാണ് ശുചിമുറിയുടെ പിന്നിൽ അവർ കുഴഞ്ഞു വീണു എന്ന് മരിച്ചതായി നമ്മൾ കണ്ടപ്പെട്ടത്. ഇത് സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഈ ഒരു കൃത്യവിലോപം ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുവാൻ സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി ഉണ്ടാകണം. പാമ്പ് കടിയേറ്റ് ആശുപത്രിയിലെത്തിയ സെലീനയ്ക്ക് പാമ്പ് വിഷം ബാധിച്ചോ എന്നതുപോലും യഥാസമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച വന്നതുമാണ് മരണകാരണമെന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും റീജിയണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. INTUC റീജിയണൽ പ്രസിഡന്റ് ഹാരിസ് കുറ്റിത്തെരുവ് അധ്യക്ഷനായി. INTUC നേതാക്കളായ PR ശശിധരൻ, വിജയം പനഞ്ചേരിൽ, സുനിൽ പന്നാലയം, സോളമൻ റൊസാരിയോ, MG മോഹൻകുമാർ, ബാബു കൊരമ്പള്ളിൽ, രാധാമണി രാജൻ, ഷീജ റഷീദ്, ബിജു കണ്ണങ്കര, ഹാഷിർ പുത്തൻകണ്ടം, ലിബു വർഗീസ് കറ്റാനം, രേഖ കണ്ടല്ലൂർ, തുളസീദാസ് പത്തിയൂർ, അബ്ദുൾ റഷീദ് കൃഷ്ണപുരം, KB രജികുമാർ, നിസ, ശിവലാൽ, സുനിമോൾ, സിനിമോൾ, ഷൈല, സിന്ധു, ലതൻ, കളീക്കൽ രാജു, ഷാജി വടിത്തലക്കൽ, സീനത്ത് റഷീദ്, ലാലൻ, സജികുമാർ പത്തിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.